കർത്താവ് നമ്മുടെ ദൈവമാണ്. കർത്താവ് ഏകനാണ്. അവിടുത്തെ മഹത്വമുള്ള രാജ്യത്തിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ദൈവമായ യഹോവയെ, നിന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. മകനെ, നീ എന്താണ് ചെയ്യുന്നത്? ബാബിലോണിലെ നിയമം എല്ലാവർക്കും ബാധകമാണ്. നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടാൽ പിടിച്ചു കെട്ടു ആ രാജ്യദ്രോഹിയെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്നെ പിടിച്ചു കെട്ടാൻ മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഈ രാജ്യത്ത് വന്ന നിയമമാർക്ക് അറിഞ്ഞില്ലേ? ദാരിയൂസ് രാജാവിനെ അല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോട് ആരാധിക്കുന്നതിന്റെ സ്ഥാനം സെമ്പക്കുഴിയിലാണ്. നിങ്ങൾ കുഴിച്ച ചതിക്കുഴിയിൽ നീ കൃത്യമായി വന്നു വീണു. അതാണ് സത്യം. ഇത് നിന്റെ വിധി. ആരാണ് അയാൾ? എന്തിനാണ് അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അയാളാണ് ദാനിയേൽ. അയാളെ കുറിച്ച് അറിയുന്നതിന് മുന്നേ നീ ദാരിയൂസ് രാജാവിനെ കുറിച്ച് അറിയണം. എന്റെ കൂടെ വരൂ. നിനക്ക് ഈ കഥ ഞാൻ ആദ്യം മുതൽ പറഞ്ഞു തരാം. 30 ദിവസങ്ങൾക്ക് മുൻപ് ബാബിലോൺ ഭരിച്ചിരുന്നത് ബെൽഷാസർ രാജാവായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് പേർഷ്യൻ രാജാവായ ദാരിയൂസ് ബെൽഷാസറിനെ വധിച്ച് ബാബിലോൺ കീഴടക്കിയ ആ ദിവസം നമ്മുടെ ആക്രമണം ബെൽഷാസർ പ്രതീക്ഷിച്ചിരുന്നത്രേ. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അവരുടെ മന്ത്രിമാരിൽ ഒരുവൻ നമ്മുടെ ആക്രമണം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ചാരന്മാരെ വെച്ച് ആക്രമിക്കാൻ തീരുമാനിച്ച അവരുടെ പൂർവ്വബുദ്ധി അപാരം. യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ് എതിർച്ചേനയെ വീഴ്ത്തുന്നത് അങ്ങൊരു പതിവാക്കിയിട്ടുണ്ട്. വെറുതെ അല്ലല്ലോ അങ്ങ് രാജാതി രാജനായി പേർഷ്യയുടെ സിംഹാസനം അലങ്കരിക്കുന്നത്. ബാബിലോണിലെ ഭരണ സംവിധാനമെല്ലാം നമുക്കൊന്ന് അടിമുടി ഉടച്ചു വാർക്കണം. തെക്ക് പ്രവിശ്യയിലെയും പടിഞ്ഞാറൻ മേഖലയിലെയും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെല്ലാം താറുമാറായി കിടക്കുകയാണ്. 120 ദേശാധിപന്മാരെയും 3 ഉന്നതതല മന്ത്രിമാരെയും നമുക്ക് നിയമിക്കണം. നമ്മുടെ ആക്രമണം മുൻകൂട്ടി പ്രവചിച്ച ആ ബുദ്ധിശാലി ആരായാലും അയാളെ നമുക്ക് നമ്മുടെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കണം. അയാളുടെ പേര് ദാനിയേൽ എന്നാണ്. വൃത്തിയ ദാനിയേലിനോട് മുഖം കാണിക്കാൻ പറയും. നമ്മുടെ ഇടയിലുള്ള ആരെങ്കിലും മന്ത്രിയാക്കാൻ പറയും. കാര്യക്ഷമതയും ബുദ്ധിശക്തിയുള്ള നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഈ നാട്ടുകാരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവരുടെ കൂറ് പഴയ രാജാവിനോട് ഇംഗിതമനോടായിരിക്കും. അവർ ഏത് സമയവും രാജ്യദ്രോഹികളായി മാറാം. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ദാനിയേലിനെ കണ്ടേ തീരും. ദാനിയേൽ, പ്രഭു, വരൂ വരൂ. നിന്റെ ബുദ്ധിപൂർവ്വതയും മരണനകവും ഭാവി സൂചനകൾ ഗണിച്ചു പറയാനുമുള്ള കഴിവുകളെ കുറിച്ചൊക്കെ ഞാൻ നിരവധി കേട്ടിട്ടുണ്ട്. കുറച്ചു കാലമായി എനിക്കൊരു കറുത്ത ചിത്രം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് എന്തിന്റെ സൂചനയായിരിക്കും? നിനക്കിതൊന്ന് വ്യാഖ്യാനിച്ച് പറയാൻ സാധിക്കുമോ? പറയാം പ്രഭു. എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, എനിക്ക് ജ്ഞാനവും ശക്തിയും തന്നവനെ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നു. രാജാവിന്റെ സ്വപ്നം എന്തെന്ന് നീ എന്നെ അറിയിച്ചിരിക്കുന്നു. പ്രഭോ, ഇതെല്ലാം അങ്ങയുടെ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ സൂചനകളാണ്. ഈ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ സ്ഥിതി ആകെക്കൂടെ വഷളാകും. നികുതി പിരിവ് ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് എനിക്ക് സൂചന ലഭിച്ചിരുന്നു. ധനശേഖരം വഴിമാറ്റി ചെലവാക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ഈ വർഷത്തെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളുടെയും എഴുത്തുകുത്തുകൾ എനിക്ക് ഇന്ന് തന്നെ കാണണം. ദാനിയേൽ, എന്റെ മനസ്സിനെ കുഴക്കിയിരുന്ന സമസ്യയുടെ കെട്ടഴിച്ചത് നീയാണ്. ആയതിനാൽ ദാനിയേലിനെ ബാബിലോൺ രാജ്യത്തിന്റെ ഏക മന്ത്രിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദാനിയേൽ BC 605 നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് ഒരു യഹൂദ പ്രവാസിയായി ബാബിലോണിലെത്തി. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അസാധാരണമായ ജ്ഞാനം, സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വ്യാഖ്യാനിക്കാനുള്ള കഴിവ് എന്നിവ ദാനിയേലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. ഈ ദാനിയേൽ
ദാനിയേലിനെ കൊണ്ട് നമ്മൾ ആകെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇനി രാജാവിനെ നമ്മളങ്ങനെ കടന്നു കണ്ടു. ആ പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കള്ളക്കളി എഴുതാൻ ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. പ്രശ്നമതല്ല, ഈ ദാനിയേലിനെ അങ്ങനെ ഇട്ടാൽ പറ്റില്ല. ആദ്യ ദിനം തന്നെ അവൻ ഏക മന്ത്രിയായി. ഇനി അവൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. കേട്ടിടത്തോളം ദാനിയേൽ അതീവ ബുദ്ധിമാനാണ്. ഇനി അവനോട് കളിച്ചാൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ടിലാകുന്നു. ദാനിയേലിനെ കൊടുക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. അവന്റെ ദൈവത്തെ വെച്ച് തന്നെ അവന്റെ കുഴി നമുക്ക് തോന്നണം. അതെങ്ങനെ സാധിക്കും? ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ, ബാബിലോൺ വിജയിക്കട്ടെ. ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ, ബാബിലോൺ വിജയിക്കട്ടെ. എന്താ മന്ത്രിമാരെല്ലാം കൂടെ ഒരു കൂടിയാലോചന? അങ്ങേക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പേർഷ്യയുടെ പടയോട്ടത്തിൽ ഒരു പൊൻതൂവലാണ് ബാബിലോണിനെ കീഴടക്കിയ അങ്ങയുടെ അറ്റവിദ്യ. ഇത് ദാരിയൂസിന് മാത്രം അവകാശപ്പെട്ട നേട്ടമാണ്. അതിന് തക്കതായ ഒരു അംഗീകാരം അങ്ങേക്ക് തന്നേ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ 30 ദിവസത്തേക്ക് നീ അല്ലാതെ ഏതെങ്കിലും ദേവന്മാരോടോ മനുഷ്യന്മാരോടോ പ്രാർത്ഥിക്കുന്നവരെ സിംഹക്കുഴിയിൽ എറിയണമെന്നൊരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. മേദ്യക്കാരെ പേർഷ്യക്കാരെ നിയമമനുസരിച്ച് അത് മാറ്റപ്പെടുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത വിധം അത് മുദ്ര വെച്ച് സ്ഥിരീകരിക്കണം. ഓ, ഇത്രയൊക്കെ വേണം? വേണം, അത് വേണം. അങ്ങത് അർഹിക്കുന്നുണ്ട്. അങ്ങ് ഇപ്പോൾ തന്നെ ഈ ഓലയിൽ ഒപ്പിട്ട് അടിയന്തരമായി ഇത് ഈ രാജ്യത്തെ നിയമമാക്കണം. ഓ, അപ്പോൾ ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ടല്ലേ? ദാനിയേലിനെ ഇനി അവർ എന്ത് ചെയ്യും? വരൂ, നമുക്ക് പോയി നോക്കാം. അന്യായത്തിന് കൂട്ടം നിൽക്കുകയാണോ? ദാനിയേൽ, നീ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങ് ഞങ്ങളുടെ രാജാവാണ്, ദൈവമല്ല. എന്റെ ദൈവം യഹോവയാണ്. നമുക്ക് ദാനിയേലിന് ഒരു അവസരം കൂടെ കൊടുത്താലോ? അല്ല, ഇനി 1000 അവസരം തന്നാലും എന്റെ ദൈവം യഹോവ മാത്രമായിരിക്കും. നിങ്ങളുടെ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും. കണ്ടോ അവന്റെ നാശം കണ്ടോ? അറിയോ അങ്ങേ സിംഹക്കുഴിയിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞതിന്റെ പിറ്റേ ദിവസം പ്രഭു, സിംഹങ്ങൾക്കിടയിൽ നിന്നും എന്റെ യഹോവ എന്നെ രക്ഷിച്ചു. ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ നാഥനും നിഗൂഢതകൾ വെളിപ്പെടുത്തുന്നവനും വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുന്നവനുമാണെന്ന് നിസ്സംശയം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ മറ്റേതെങ്കിലും ദൈവങ്ങളെ ആരാധിക്കുന്നതിന്റെ സ്ഥാനം സിംഹക്കുഴിയിലായിരിക്കുമെന്ന് ഞാനിതാ കൽപ്പിക്കുന്നു. യഹോവ നിന്നെ രക്ഷിക്കട്ടെ.